കാസർഗോഡ് നീലേശ്വരം വെടിക്കെട്ട് അപകടത്തിൽ അന്വേഷണം പൂർത്തിയാക്കാത്ത പോലീസ് വെടിക്കെട്ട് നടത്താൻ ക്ഷേത്ര കമ്മിറ്റി ലൈസൻസ് എടുത്തോ എന്നതിൽ ഇനിയും വ്യക്തതയില്ല. പടക്കം വാങ്ങിയ കടയ്ക്ക് ലൈസൻസ് ഉണ്ടോ എന്ന കാര്യത്തിലും പോലീസിന് അറിവില്ല. വെടിക്കെട്ടിനായി സംഭരിച്ചതും ഉപയോഗിച്ചതുമായ പടക്കത്തിന്റെ അളവിനെക്കുറിച്ചും പോലീസിന് ധാരണയില്ല. 24 പ്രൈം ടൈം ബ്രേക്കിംഗ് അരുൺ പാറക്കൽ ചേരുന്നു. അരുൺ, എന്തുകൊണ്ടാണ് ഒന്നിലും പോലീസിന് ധാരണയോ വ്യക്തതയോ ഇല്ലാത്തത്? ഹാഷ്മി, ഗുഡ് ഈവനിങ്. ഹാഷ്മി, നീലേശ്വരം വെടിക്കെട്ടപകടം നടന്നിട്ട് ഒരു വർഷം പിന്നിടുകയാണ്. അത് 2024 ഒക്ടോബർ 29 പുലർച്ചെ 12:15 12:30 ഇടയിലാണ് നീലേശ്വരം വെടിക്കെട്ടപകടം നടക്കുന്നത്. ഒരു വർഷം ആവാറായിട്ടും ഇനിയും ഈ കേസിൽ ഒരു വ്യക്തതയുമില്ല എന്നാണ് ഇപ്പോൾ പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. അതുമായി ബന്ധപ്പെട്ട പ്രതികൾ 9 പ്രതികളായിരുന്നു. അതിൽ 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഈ 4 പേർ അറസ്റ്റിലാവുന്ന സമയത്ത് ഇതിൽ മരണമൊന്നും ഉണ്ടായില്ല. പക്ഷേ അതിനുശേഷമാണ് ഈ ഗുരുതരമായി പരുക്കേറ്റ ആളുകളൊക്കെ മരിച്ചത്. അങ്ങനെ 6 പേരുടെ മരണം സ്ഥിരീകരിച്ചു. അതിനുശേഷം പോലീസിനുണ്ടായ ഒരു സംശയം, ഈ ഇങ്ങനെയുള്ള ആളുകൾ മരിച്ച സമയത്ത് പിന്നീട് 307 ഇതിൽ ചേർക്കാൻ കഴിയുമോ എന്നുള്ളതായിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങളാണ് ഇത്രത്തോളം കാലതാമസം വന്നതെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. അന്വേഷണം പൂർത്തിയാക്കാൻ ഇനിയും കഴിഞ്ഞിട്ടില്ല. കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല. ഈ കേസുമായി ബന്ധപ്പെട്ട വെടിക്കെട്ട് നടത്താൻ ക്ഷേത്ര കമ്മിറ്റി ലൈസൻസ് എടുത്തെന്ന കാര്യത്തിൽ ഒരു വ്യക്തതയും പോലീസിനില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പടക്കം വാങ്ങിയ കടയ്ക്ക് ലൈസൻസ് ഉണ്ടോ എന്ന കാര്യവും പോലീസിന് അറിയില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വെടിക്കെട്ടിനായി സംഭരിച്ചതും അത് ഉപയോഗിച്ചതുമായ പടക്കത്തിന്റെ അളവിനെക്കുറിച്ചും പോലീസിന് ഒരു വ്യക്തതയും ഉണ്ടായിട്ടില്ല. സാക്ഷികളും പരുക്കേറ്റവരും ഉൾപ്പെടെ 160 പേരുടെ മൊഴികളാണ് പോലീസിന് രേഖപ്പെടുത്താനുള്ളത്. അതിൽ പൂർണ്ണമായും ഈ മൊഴിയെടുക്കൽ പോലും ഇനിയും കഴിഞ്ഞിട്ടില്ല. ഒരു വർഷമായിട്ടും മൊഴിയെടുക്കൽ പോലും കഴിഞ്ഞിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും കാലതാമസം നേരിടുകയാണ്. അതായത് 4 പേരെ അറസ്റ്റ് ചെയ്ത് അവർക്ക് ഒരു 3 ദിവസത്തിനുള്ളിൽ ജാമ്യം ലഭിച്ചു. പിന്നീട് ഈ കേസിൽ കൂടുതൽ വകുപ്പുകൾ ചുമത്തി അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് കടക്കേണ്ടതായിരുന്നു. പക്ഷേ ജാമ്യാപേക്ഷയുമായി പ്രതികൾ ഹൈക്കോടതിയെ സമീപിച്ചു. ഈ ഹൈക്കോടതിയെ സമീപിച്ചതുകൊണ്ടാണ്, ഹൈക്കോടതിയിലൊരു കാലതാമസം വരുത്തുന്നതുകൊണ്ടാണ് ഈ ഒരു തടസ്സമുണ്ടാകുന്നതെന്ന് പോലീസ് വിശദീകരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു നിയമോപദേശം തേടണം. ആ നിയമോപദേശം തേടിയതിനു ശേഷം വിശദമായ റിപ്പോർട്ട് പോലീസിന് സമർപ്പിക്കേണ്ടതുണ്ട്. അതൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് ജില്ലാ പോലീസ് മേധാവിയും പറയുന്നുണ്ട്. എന്തായാലും ഉടൻ തന്നെ ഇതിലൊരു നടപടി ഉണ്ടാകുമെന്നാണ് ജില്ലാ പോലീസ് മേധാവി ഉറപ്പ് നൽകിയത്. ഉടൻ തന്നെ ഇതിൽ കുറ്റപത്രം സമർപ്പിക്കും. പ്രതികളെ എല്ലാവരും തന്നെ അറസ്റ്റ് ചെയ്യും. 160 പേരുടെയും മൊഴി രേഖപ്പെടുത്തുമെന്നും പോലീസ് പറയുന്നുണ്ട്. ഹാഷ്മി, അരുൺ പാറക്കലാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. വർഷം ഒന്നാവാൻ പോകുന്നു. ഇതിനോടകം തന്നെ വ്യക്തത ഉണ്ടാവേണ്ട ഒരു കാര്യത്തിലും പോലീസിന് വ്യക്തതയില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഒന്നിലും വ്യക്തത ഉണ്ടാവാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഇനി വ്യക്തത ഉണ്ടാവണ്ട എന്നാരെങ്കിലും തീരുമാനിക്കുന്നതാണോ എന്നതും സംശയമുണ്ട്. നമുക്ക് നോക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.